10 വർഷത്തിനു മുൻപ് സൗദി അറേബ്യയിൽ ശരീരം മുഴുവൻ മറയ്ക്കാതെ പുറത്തിറങ്ങിയാൽ അത്തരക്കാരെ ഓടിക്കുന്നതിന് ഒരു വിഭാഗം വരും, മുത്തവകൾ. സൗദിയെ പറ്റി പറയുമ്പോൾ മതനിയന്ത്രണം നടത്തുന്ന മുത്തവകളെ പറ്റി പറയാതിരുന്നാൽ അത് പൂർണ്ണമാകില്ല. ആ ഇടത്തു നിന്നും നീന്തൽ വേഷത്തിൽ ഫാഷൻ ഷോ നടത്തുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ സൗദിയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വലിയൊരു ഫാഷൻ ഷോയിലൂടെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് സൗദി. ചരിത്രത്തിലാദ്യമായി സൗദി അറേബ്യ സ്വിം സ്യൂട്ട് ഫാഷൻ ഷോയ്ക്ക് ആതിഥേയത്വം വഹിച്ചിരിക്കുന്നു. ഒരു ദശാബ്ദത്തിനു മുൻപ് സ്ത്രീകൾ ശരീരം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രം ധരിക്കണം എന്ന് നിഷ്കർഷിച്ച നിയമം തെറ്റിച്ചാൽ അത്തരക്കാരെ അടിച്ചോടിക്കാൻ പോലീസിനെ വിന്യസിച്ച നാട്ടിലാണ് ഈ മാറ്റം വന്നത് എന്ന് ഓർക്കണം. മൊറോക്കൻ ഡിസൈനറായ യാസ്മിൻ ഖാൻസായിയുടെ ഡിസൈനർ സ്വിം സ്യൂട്ടുകളാണ് വെള്ളിയാഴ്ച നടന്ന ഷോയിൽ അണിനിരത്തിയത്. ചുവപ്പ്, നീല, ബേജ് നിറങ്ങളിലുള്ള സ്വിം സൂട്ടുകൾ ധരിച്ച മോഡലുകൾ ആത്മവിശ്വാസത്തോടെ ചുവടുവെച്ചു. റെഡ് സീ ഫാഷൻ വീക്കിന്റെ ഭാഗമായാണ് സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള സെന്റ് റൈജീസ് റെഡ് സീ റിസോർട്ടിൽ വെച്ച് സ്വിം സ്യൂട്ട് ഫാഷൻ ഷോ നടത്തിയത്. സിറിയയിൽ നിന്നുള്ള ഫാഷൻ ഇൻഫ്ലുവൻസറായ ഷൗക്ക് മുഹമ്മദും ഷോയിൽ പങ്കെടുത്തിരുന്നു. സൗദി അറേബ്യ എന്ന രാജ്യം വളരെ യാഥാസ്ഥിതികമാണ് എന്നത് ശരിയാണെങ്കിലും അറബ് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന സ്വിം സ്യൂട്ടുകൾ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്ന് ഡിസൈനർ യാസ്മിൻ പറയുന്നു. സൗദി അറേബ്യയിൽ സ്വിം സ്യൂട്ട് ഫാഷൻ ഷോ നടത്തുക എന്നത് ചരിത്രപരമാണ് എന്നുള്ളത് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ മനസ്സിലായി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത്തരത്തിൽ ആദ്യമായാണ് ഇവിടെ ഒന്ന് നടക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് ആദരമായി കരുതുന്നു എന്നാണ് ഫാഷൻ ഷോയ്ക്ക് ശേഷമുള്ള അവരുടെ പ്രതികരണം. ഒരു കാലത്ത് അടച്ചുപൂട്ടപ്പെട്ട സിനിമാ തിയേറ്ററുകൾ ഒക്കെ ഇന്ന് സൗദിയിൽ തുറന്നു കഴിഞ്ഞു. ചരിത്രപരമായ മാറ്റങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകളും നൽകി തുടങ്ങി. മനുഷ്യ മനസ്സിനെ മതം ഉപയോഗിച്ച് തളച്ചിടാം എന്ന ചില ചിന്തകൾക്കാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ അവസാനമാകുന്നത്. കലയും സംഗീതവും സെലിബ്രേഷൻസും ഒക്കെ ഒഴിവാക്കി മനുഷ്യന് നിലനിൽപ്പില്ല എന്ന ചില തിരിച്ചറിവുകൾ അത് സൗദിയെയും മാറ്റുകയാണ്. സൗദി മാറുകയാണ് എല്ലാ അർത്ഥത്തിലും. പൂർവികർ കൊണ്ടുവന്ന റോഡുകളുടെ വളവും തിരിവും വരെ നേരെയാക്കി ആധുനികതയ്ക്കൊപ്പം ചേർന്ന് നിന്നാണ് ഇന്നത്തെ സൗദിയുടെ വളർച്ച. യുവരക്തം കിരീടാവകാശിയായതോടെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ പ്രകടമായത് എന്നത് വേണം വസ്തുതയായി പറയാനുള്ളത്. മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ സൗദി അറേബ്യ വിഷൻ 2030 മാറ്റങ്ങൾക്ക് ആധാരമായത്. മുന്നോട്ടുള്ള യാത്രയിൽ ആണിനും പെണ്ണിനും തുല്യ പ്രാധാന്യം നൽകി മതത്തിന്റെ അതിർവരമ്പുകളൊക്കെ മാറ്റി നിർത്തിയാണ് സൗദിയുടെ മുന്നേറ്റം. ഇത് മാത്രമല്ല, മറ്റൊന്നുകൂടി പറയാം. ലോകത്തിന് മാതൃകയായ ഭാരതത്തിന്റെ മഹത്തായ ഇതിഹാസങ്ങളെ രാമായണവും ഭാരതവും പാഠ്യവിഷയങ്ങളാക്കിയിരുന്നു സൗദി അറേബ്യൻ സർക്കാർ. വിദ്യാഭ്യാസത്തിന്റെ പുതുനയത്തിന്റെ ഭാഗമായി സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ നടപ്പാക്കുന്ന പദ്ധതിയായ വിഷൻ 2030 ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇതും. വിദേശ രാജ്യങ്ങളുടെ ചരിത്രം, സംസ്കാരം ഇതിനെയൊക്കെ കുറിച്ച് പുതിയ തലമുറയിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് രാമായണവും മഹാഭാരതവും സൗദി രാജകുമാരന്റെ നിർദ്ദേശപ്രകാരം പാഠ്യവിഷയമാക്കാൻ തിരഞ്ഞെടുത്തത്. മാത്രമല്ല, യോഗ, ആയുർവേദം ഇതിലൊക്കെ വിദ്യാർത്ഥികളുടെ അറിവ്, ശ്രദ്ധ ഇതൊക്കെ വികസിപ്പിക്കുന്നതിനും രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും പഠനം സഹായകമാകും എന്നായിരുന്നു വിലയിരുത്തൽ. സൗദി അറേബ്യയുടെ പുതിയ തീരുമാനത്തെ അംഗീകരിച്ച് പല മാതാപിതാക്കളും രംഗത്ത് വന്നു. മറ്റൊന്ന് പറയാനുള്ളത്, ഇസ്ലാമിക തത്വങ്ങളിൽ അടിയുറച്ച് നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. മദ്യം അവിടെ നിഷിദ്ധമായിരുന്നു. എന്നാൽ എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ നടപടികളുടെ ഭാഗമായി രാജ്യത്ത് ആദ്യ മദ്യവിൽപ്പനശാലയ്ക്കും തുടക്കമിട്ടു. 1952 വരെ സൗദിയിൽ മദ്യം ലഭിച്ചിരുന്നു. തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപ്പാദക കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ സാമ്പത്തിക വരുമാനത്തിൽ 75% സംഭാവന ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ തന്നെയാണ്. രാജ്യത്ത് ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകുന്നതിന്റെ ഭാഗമായാണ് മദ്യവിൽപ്പനശാലയും ആരംഭിച്ചത്. 2023 സൗദിയിലെത്തിയ വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 156% വളർച്ച ഉണ്ട് എന്നാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ കണക്ക്. എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനുള്ള വിഷൻ 2030 എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് മദ്യശാലകൾ ഉൾപ്പെടെ തുറന്ന് ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നത്. സിനിമാ തിയേറ്ററുകൾക്കുള്ള വിലക്കുകളും മാറിയ സൗദി ഇപ്പോൾ ചലച്ചിത്ര മേഖലയുടെയും ആസ്വാദകരുടെയും പ്രിയ കേന്ദ്രമായി വളരുകയാണ്. ശരിക്കും സൗദിയിലുള്ള ജനങ്ങളെ എല്ലാവരെയും ഒന്നടങ്കം ആഹ്ലാദ തിമിർപ്പിലാക്കുകയാണ് സൗദിയിലെ യുവരാജാവിൻ്റെ വിഷൻ 2030. വിഷൻ 2030 നല്ലൊരു വിഷനിലേക്ക് സൗദി അറേബ്യ സഞ്ചരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.